നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഏതെങ്കിലും ബാങ്കുകളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ വ്യക്തികൾക്കോ കച്ചവടക്കാർക്കോ വായ്പയായി നൽകാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഒരു വരുമാനം. അങ്ങനെ കിട്ടുന്ന വരുമാനത്തെ പറയുന്ന പേര് ഇൻട്രസ്റ്റ്, പലിശ. പക്ഷേ ഇങ്ങനെ നിക്ഷേപിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ബാങ്കുകളിലോ ട്രഷറിയിലോ നിക്ഷേപിക്കുന്നതിന് പകരം വല്ല സ്വർണ്ണക്കടക്കാർക്കോ വ്യക്തികൾക്കോ കൊണ്ട് കൊടുത്തിട്ട് പലിശയുമില്ല മുതലുമില്ല എന്ന അവസ്ഥയിലാകരുത്. ഞാൻ എന്തുകൊണ്ടാണിത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ 50,000 രൂപ 6% സാധാരണ പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര പലിശ കിട്ടും? നമ്മൾ നിക്ഷേപിച്ചിട്ട് എത്ര പലിശ കിട്ടുമെന്നറിയാൻ വളരെ ആകാംക്ഷയും ആഗ്രഹവുമാണ്. പക്ഷേ പലർക്കും സാധാരണ പലിശ പോലും കണ്ടുപിടിക്കാൻ അറിയാത്തവരുണ്ട്, അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ചോദ്യം. സാധാരണ പലിശ കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്. I = PNR/100. പി എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക. അതിവിടെ എത്രയാണ്? 50,000. ഇനി N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ എത്ര വർഷത്തേക്കെന്ന് പറയുന്നുണ്ട്? 3 വർഷത്തേക്ക്. ഇനി R എന്ന് പറയുന്നത് റേറ്റ്. എത്ര ശതമാനത്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര ശതമാനം കിട്ടും? നമ്മളൊരു തുക ഇട്ടാൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ നമുക്ക് എത്ര ശതമാനം പലിശ കിട്ടും, അതാണ് റേറ്റ്. ഇനി അതിനെ എന്ത് ചെയ്യാം? നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ 50,000 ഗുണനം 3 × 6/100. ഇതിൽ 2 പൂജ്യങ്ങൾ, ഇതിൽ 2 പൂജ്യങ്ങളും വെട്ടി. ഇനി 500നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 1500. അതിനെ 6 കൊണ്ട് ഗുണിക്കുക, 15×6 = 90. അപ്പോൾ 9,000 രൂപയാണ് നമുക്ക് പലിശ ഇനത്തിൽ കിട്ടുന്നത്. ഇത് 3 വർഷത്തേക്കാണ്. ഒരു വർഷത്തേക്ക് അറിയാൻ ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 3000 രൂപ.